അല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങാൻ വന്നതാണ്. നേരത്തെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ ഓരോ പാർട്ടി പ്രവർത്തനവും ആഗ്രഹിക്കുന്ന അതിശക്തമായിട്ടുള്ള നിലപാട്. ഇപ്പോൾ താങ്കൾ ഇച്ചിരി ഒന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പിന്നെയും വളച്ചും ഓടിച്ചും ഒക്കെ ചോദിച്ചു നോക്കിയിട്ടും പാർട്ടി താല്പര്യങ്ങൾ മുൻനിർത്തി തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ ഇപ്പം പാർട്ടിയുടെ ചുമതല ഏൽപ്പിച്ചപ്പം എൻ്റെ APC പ്രസിഡൻ്റായിരുന്നു, ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ ബോഡിയിൽ നമ്മൾ പ്രതികരിക്കുന്നത്. ഇപ്പം ചേഞ്ച് ചെയ്യപ്പെട്ട അനേകം KPC പ്രസിഡന്റുമാർക്കൊന്നും അങ്ങനെ ഒരു എസ്കലേഷൻ പാർട്ടി പെട്ടെന്ന് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ പദവിയിലിരിക്കുന്ന ഒരാൾ, സീനിയർ ആയിട്ടുള്ള ഒരാൾ, നമ്മുടെ ഫൈറ്റിൻ്റെ മുഖമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം, ബ്ലെസ്സിങ്സ് ഉണ്ടാവുക എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് മുന്നോട്ട് ഏറ്റവും വലിയ കരുത്താണ്. അപ്പോൾ അദ്ദേഹം കൂടെ ഉൾക്കൊള്ളുന്ന ഒരു ടീമാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെ ഇതിൽ നിന്ന് എടുത്തു മാറ്റമല്ല, അദ്ദേഹം കൂടെ ലീഡ് ചെയ്യുന്ന ഒരു ടീമിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഒരു ടീമായി അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറ്റക്കെട്ടായി പാർട്ടി പ്രവർത്തകരുടെ, ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ വരാൻ പോവാണ്. അതിലാരാ ഫേസ് ചെയ്യുന്നത്? പാർട്ടിക്ക് വേണ്ടി വീട് കയറി ഇറങ്ങുന്നവൻ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതിൽ അവരാഗ്രഹിക്കുന്ന തരത്തിൽ അതിന് ലീഡ് ചെയ്യാൻ നിൽക്കുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ്. പ്രവർത്തകൻ ഓരോ വീട്ടിലും കയറി ഇറങ്ങി അവനാണ് പാർട്ടിയുടെ മുഖം. അപ്പോൾ അവർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവരാഗ്രഹിക്കുന്ന തരത്തിൽ പാർട്ടി നിലപാടെടുക്കുക, നയങ്ങളെടുക്കുക, വർക്ക് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ സമയമാണ് വരാൻ പോകുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ ജനങ്ങളെ കേൾക്കും. ജനങ്ങൾക്ക് ആവശ്യമുള്ളത്, അവരാഗ്രഹിക്കുന്ന, അവരർഹിക്കുന്നത് കേരളത്തിൽ നൽകാൻ. അത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരു ഭരണമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ജനങ്ങളുടെ ശബ്ദമായിട്ട് പാർട്ടി ഉണ്ടാവും. അതുതന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്വം നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്തെ മാറ്റം ഉൾപ്പെടെ പൂർണ്ണമായിട്ട് അണികളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചതിന് കാരണം, അല്ലെങ്കിൽ അവർ കൺവിൻസിംഗ് ആണ്. നിങ്ങളിപ്പം ഇപ്പം പ്രസിഡന്റ് സ്ഥാനം മാറിയ ആൾ തന്നെ ഇപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ ഒരുമിച്ചല്ലേ കേട്ടത്. ഇപ്പോൾ വന്ന പ്രസിഡന്റ് ആണെങ്കിൽ തന്നെ ഇത്ര വളരെ ഡെപ്തിൽ നിയമസഭക്കകത്തും പുറത്തും പൊളിറ്റിക്സ് വളരെ കൃത്യമായിട്ട് പറയുന്ന, ജനങ്ങൾക്കിടയിൽ നല്ല പിന്തുണയുള്ള, ഇലക്ഷൻ സ്ട്രാറ്റജിയിൽ നല്ല മുൻതൂക്കമുള്ള ഒരാൾ ഈ ജില്ലയിൽ നിന്ന് തന്നെ പാർട്ടിയെ നയിക്കാൻ വേണ്ടി രംഗത്ത് വരുന്നു. അടൂർ പ്രകാശിനെ പോലൊരാൾ, ആറ്റിങ്ങൽ പോലൊരു സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാൾ, അദ്ദേഹം UDFൻ്റെ കൺവീനറാവുന്നു. വിഷ്ണുവേട്ടനെയും അതുപോലെ തന്നെ AP അനിൽകുമാർ, അനിലേട്ടനെയും പോലുള്ള ആളുകൾ വർക്കിംഗ് പ്രസിഡന്റായി കൂടെ ഞങ്ങൾക്കൊക്കെ വർക്ക് ചെയ്യാൻ അവസരം കിട്ടും. അപ്പോൾ ഒരു പ്രോപ്പർ ബ്ലെൻഡ്, ഒരു നല്ല ടീം, ഇൻഡിവിജ്വലിസ്റ്റിക് അല്ല, ഒരു നല്ല ടീമാണ്. സുധാകരേട്ടൻ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് വരുന്നു. അതിനകത്ത് പ്രവർത്തകൻ നെഗറ്റീവായി പോകുന്ന സാഹചര്യം ഇല്ല. അവർ പാർട്ടി ഡിസിഷൻ്റെ കൂടെ അവരെല്ലാവരും ഉണ്ട്. ഇനി പറഞ്ഞു വിളിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്ത് ചെയ്യാവുന്ന അപകടങ്ങളൊന്നുമല്ല പാർട്ടിക്ക് സംഭവിച്ചിട്ടുള്ളത്. എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു തീരുമാനമാണ്. അല്ല, ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞതിനേക്കാളും കരുത്തോടെ പറഞ്ഞതാരാ? നിങ്ങൾ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന് നിങ്ങൾ പറയുന്ന ആളാണ് ഏറ്റവും കരുത്തോടെ പറഞ്ഞത്. ഈ ഭരണകൂടത്തിൻ്റെ അവസാനം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ നിന്ന്, പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിൻ്റെ മുമ്പിലും ഉണ്ടാവുന്നില്ല, ഒരു സാധാരണ പ്രവർത്തകൻ്റെ മുമ്പിലും ഉണ്ടാവുന്നില്ല. ഒരു ടീമായിട്ട്, ഒരു ഫാമിലി ആയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യും. എല്ലാവർക്കും ഒരു ഇരട്ട പദവി എന്നുള്ളൊരു കാര്യം വരുന്നുണ്ടല്ലോ. ഇതിൽ എല്ലാവരും ജനപ്രതിനിധികളാണ്, അവരൊക്കെയാണ് ഭാരവാഹികളായിട്ടും വരുന്നത്. അപ്പോൾ ഒരു ഇരട്ട പദവി എന്നുള്ള ഒരു കാര്യം അവിടെയൊക്കെ എല്ലാവരുടെ കാര്യം നോക്കിയാലും വരുന്നില്ലേ? അതിപ്പം ജനങ്ങൾ നൽകുന്ന ഉത്തരവാദിത്വമാണ് ജനപ്രതിനിധികൾ. ജനങ്ങളുടെ അംഗീകാരമുണ്ട്. പാർട്ടി നിയോഗിച്ച ഉത്തരവാദിത്വമായിട്ട് ജനങ്ങളുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമല്ലല്ലോ. ഞങ്ങൾക്ക് ഈ പറയുന്ന കൂടുതൽ ജനപ്രതിനിധികൾ പഞ്ചായത്ത് തലത്തിൽ, കൂടുതൽ ജനപ്രതിനിധികൾ ബ്ലോക്ക് പഞ്ചായത്തിൽ, ജില്ലാ പഞ്ചായത്തിൽ, മുനിസിപ്പാലിറ്റിയിൽ, കോർപ്പറേഷനിൽ ഈ പറഞ്ഞ പോലെ പദവിയുള്ള ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. അതിനുവേണ്ടി വർക്ക് ചെയ്യും. ഓക്കെ.